ആ വിനയനാണല്ലോ. എന്താ വിനയ, നിന്റെ ഇരട്ടക്കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അവരെ തിരിച്ചു കൊണ്ടുപോയി ആന്റി. അയ്യോ, തിരിച്ചു കൊണ്ടുപോയിന്നോ? ആര്? നിങ്ങളുടെ മൂത്ത മകനും മരുമോളും. അവർക്കതിൽ എന്താ കാര്യമെന്ന് ആന്റി ഒന്ന് ചോദിക്കണം. കുറച്ച് ബലപ്രയോഗത്തിലൂടെ തന്നെയാ എന്റെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോയത്. അല്ല, അവര് ബലപ്രയോഗം നടത്തിയ നിന്റെ സ്വന്തം മക്കളെ നീ ഇതിനെ വിട്ടുകൊടുക്കുന്നേ? പോലീസിനെ വിളിക്കടാ. അതിനൊന്നും ടൈം കിട്ടിയില്ല ആന്റി. അനുപമ ആദ്യം വന്ന് എന്റെ മോനെ കൈക്കലാക്കി. ആ ഇരട്ട പിള്ളേർക്ക് പകരം എന്റെ മോനെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ എനിക്ക് അവരെ വിട്ടുകൊടുക്കേണ്ടി വന്നു. ആ ഭാനുമ്മയെ ഏഷ്ണി ഊട്ടി വിട്ടതായിരിക്കും. ആ തള്ള എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ വിനയ? ഓ, പറയാതിരിക്കില്ലല്ലോ. എല്ലാം അറിഞ്ഞു വന്ന ഭാവമായിരുന്നു രണ്ടുപേർക്കും. അനന്തം മാഷിന് വല്ലതും സംഭവിച്ചു പോയാ എന്റെ പെമ്മക്കളെ നിങ്ങളുടെ മോൻ ഏറ്റെടുക്കുവോ? എടുക്കുവോ? അല്ല, അവന്റെ വീറും വാശിയൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇന്ദ്രൻ ആരെയും ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ല. അതൊട്ട് ഞാൻ സമ്മതിക്കാനും പോകുന്നില്ല. അവളുടെ വീട് അനാഥമന്ദിരമാക്കി അവിടെ നിർത്തി വളർത്തേ ഉള്ളൂ. അല്ല, ഞാനിനി എന്ത് ചെയ്യണോ ആന്റി? നിങ്ങൾ കൂടി പറഞ്ഞിട്ടാ ഞാൻ ആ പിള്ളേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. വേണമെങ്കിൽ ആന്റി പറഞ്ഞ പോലെ പോലീസിൽ ഒരു പരാതി കൊടുക്കാം. രണ്ടുപേരും കൂടി എന്റെ ഈ പിള്ളേരെ പിടിച്ചോണ്ട് പോകുന്നതിന്റെ വിഷ്വൽസ് ഒക്കെ എന്റെ ഈ CCTV-യിലുണ്ട്. ആ ഒരു ഒറ്റ തെളിവ് മതി എനിക്ക് രണ്ടുപേരെയും പൂട്ടാൻ. എന്ത് വേണമെന്ന് ഇനി ആന്റി പറ, ഞാൻ അതുപോലെ ചെയ്യും. തൽക്കാലവേ നീ ഇപ്പം മിണ്ടാതിരിക്കുന്ന നല്ലത്. നീ നിന്റെ പിള്ളേരെ തിരിച്ചു കൊണ്ടുവന്നതിൽ നിന്ന് നീ അവരെ ഉപേക്ഷിച്ചതല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു പരിധി വരെ അത് ഓക്കെയാണ്. എന്റെ വീട്ടുകാരെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും. അത് മതി വിനയ. നിന്റെ ലക്ഷ്യവും അതായിരുന്നല്ലോ. ഇനി നീ ആ പിള്ളേരെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ആരും നിന്നെ കുറ്റം പറയില്ല. കാരണം നിന്റെ വീട്ടിൽ നിന്നും നിന്റെ കുഞ്ഞുങ്ങളെ അവര് ബലമായിട്ടാ പിടിച്ചോണ്ട് പോയത്. അതിന്റെ തെളിവ് നിന്റെ കയ്യിലുണ്ടല്ലോ. അതെ അതെ, സിംഗപ്പൂരിലുള്ള എന്റെ ഭാര്യക്ക് ഇപ്പൊ തന്നെ ഈ തെളിവങ്ങ് അയച്ചു കൊടുത്തേക്കാം. അല്ലേ? പിന്നെന്താ വേണ്ടത്? അവളിൽ ആദ്യം കാണേണ്ടത്. ആനന്ദം മാഷ് ജീവനോടെ മടങ്ങി വരികയാണെങ്കിൽ അയാളെയും കാണിക്കണം. ഇത്രയും കാലം പെൺമക്കളെ ഇഷ്ടമില്ലായിരുന്നല്ലോ എന്നുള്ള പേരായിരുന്നല്ലോ നിനക്ക്. ഇതോടെ ആ പേര് ദോഷം അങ്ങ് മാറിക്കിട്ടും. ശരി ആന്റി, ഞാൻ പിന്നെ ആന്റി വിളിച്ചോളാം. ഓക്കെ, ഇപ്പൊ ഓക്കെട്ടാ. ആയിക്കോട്ടെ വിനയ. മോനെ പാവേ കളിക്ക് കേട്ടോ. എന്റെ മക്കള്, എന്റെ മക്കള് വന്നോ? വാ മക്കളെ. ഇവരെ ആകെ പേടിച്ചിരിക്കായിരുന്നു. എങ്ങനെ പേടിക്കാതിരിക്കും മോളെ? എന്റെ കുഞ്ഞുങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കല്ലായിരുന്നോ? വാ മക്കളെ. അമ്മൂമ്മ മക്കൾക്ക് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വാ വാ, പതുക്കെ വാ. അനു, നേഴ്സറി വിടുമ്പോഴേക്കും ഞാൻ പോയി വിച്ചുമോനെയും നിച്ചുമോനെയും കൂട്ടിക്കൊണ്ടുവരാം. അത് പറയാൻ മറന്നു. വേഗം ചെല്ല്.
സുശീല ഇനി മക്കളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ഒന്നും അറിയാത്തതുപോലെ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കിടന്ന് അഭിനയിക്കും. അതൊന്ന് കാണാൻ വയ്യ ഇന്ദ്രേട്ടാ. വേണ്ടാനു, ഞാൻ പോവാം. ദാസങ്ങളാണല്ലോ. എടുക്കും. ഹലോ, ആ അങ്ങള്. ആ ഇന്ദിര, ഞാനേ ഡോക്ടറായിട്ട് സംസാരിച്ചു. ആ സ്പീക്കറിലിട. അണ്ണനിപ്പോ ഓക്കെ. ഇനിയിപ്പോ ICUയിൽ തുടരേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റാന്ന് പറഞ്ഞത്. ആ അങ്കിളെ, ഹോസ്പിറ്റലിൽ ഇനി എത്ര ദിവസം തുടരേണ്ടി വരുമെന്ന് പറഞ്ഞേ? അത് 2 ദിവസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞത്. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഞങ്ങള് വൈകിട്ട് വന്നാൽ മതിയല്ലോ. ആ, അത് പറയാനും കൂടെ ഞാൻ വിളിച്ചത്. നിങ്ങൾ ഇന്നും വരണമെന്നില്ല. അത് വേണ്ട അങ്കിളെ. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അച്ഛനെ കണ്ടിട്ട് തിരിച്ചു വരട്ടെ. ചേച്ചി ഈ അവസ്ഥയില് രാത്രി അവിടെ നിൽക്കണ്ടല്ലോ. അവരെ ഞാനിവിടെ നിർത്തുവോ? കുറച്ച് കഴിയുമ്പോൾ അവർ ICU കയറി അണ്ണനെ കണ്ടിട്ട് അങ്ങ് പോവും. അപ്പോഴേക്കും ഞാനിന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഇന്ന് രാത്രി അണ്ണൻ്റെ കൂടെ ഞാൻ നിൽക്കാം. അല്ല, അത് വേണോ അങ്കിളെ? അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്, ഞാൻ നിൽക്കാം. അണ്ണനും അതായിരിക്കും സന്തോഷം എന്നറിയാലോ. എങ്കിൽ പിന്നെ ഞങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ രാത്രി നിങ്ങൾ വിളിച്ചോളാം. ആ ശരി എന്തിരാ. അണ്ണനെ കണ്ടതിന് ശേഷം രഘു നിങ്ങളെ വിളിച്ചേക്കും. അപ്പൊ ഓക്കെ എന്തിരാ. ഓക്കെ ഓക്കെ. ഇന്ദ്രേട്ടാ, രഘുവേട്ടനും അമ്പിളി ചേച്ചി ഇങ്ങോട്ടായിരിക്കോ വരുന്നേ? അതൊക്കെ അവര് തീരുമാനിക്കട്ടെ. ഞാനേ വേഗം കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാം. എന്നിട്ട് എനിക്ക് ഷോപ്പിലൊന്ന് പോകണം. ശരി, പോയിട്ടോ. നീ ഗേറ്റ് അടച്ചോ. നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരികയാണോ? അതെ. ആ, കണ്ടോളൂ. അധികം സംസാരിക്കരുതേ. വന്നോളൂ. അച്ഛാ. അമ്പിളി മോളെ, അച്ഛൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? അയ്യോ അച്ഛാ, അച്ഛൻ എന്താ ചെയ്തേ? ഞാനല്ലേ അച്ഛനെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചത്.